സർ, തൽക്കാലം ഈ കാശ് വാങ്ങണം. ബാക്കി തുക ഉടനെ ഞാൻ തരാം. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആ രൂപ ഞാൻ സാറിന് തന്നിരിക്കും. അനീഷേട്ടൻ മോഷ്ടിച്ചെടുത്ത മുഴുവൻ പണവും ഞാൻ തന്നിരിക്കും. സാർ ഇപ്പൊ ഇത് വാങ്ങിയിട്ട് ദേവീതി കേസൊന്ന് പിൻവലിക്കണം. ഈ പണം വാങ്ങണം സർ. ഇതുകൊണ്ട് എന്താവാനാ? അനീഷ് മോഷ്ടിച്ചെടുത്തതിന്റെ 1/4 ഭാഗം പണം പോലും ഇതിലില്ലല്ലോ. ഇത് വാങ്ങിയിട്ട് കേസ് പിൻവലിക്കാനൊന്നും ആവില്ല പെങ്ങളെ. സർ പ്ലീസ് സർ, ഞാൻ സാറിന്റെ കാല് പിടിക്കാം. അനീഷ് കട്ടെടുത്ത മുഴുവൻ പണവും ഇപ്പൊ തന്നെ കിട്ടിയേ മതിയാവും. അല്ലാതെ ഒരു കോംപ്രമൈസിനും ഇല്ല. സർ, ഞാൻ പരമാവധി ശ്രമിച്ചതാ. പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ ഇത്രയും വലിയൊരു തുക ഞാൻ വിചാരിച്ചിട്ട് സംഘടിപ്പിക്കാൻ സാധിച്ചില്ല. അതാ ഞാൻ സാറിനോട് സാവകാശം ചോദിച്ചത്. ഇനി എനിക്ക് സാവകാശം തരാൻ പറ്റില്ല. സർ, അപ്പോ കേസ് രജിസ്റ്റർ ചെയ്യല്ലേ? അല്ലാതെ പറ്റില്ലല്ലോ സർ. ഇവരോട് ഇനി അനുകമ്പ കാണിച്ചാൽ ചിലപ്പോ എന്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടെന്ന് വരും. സർ, മോഷണം നടത്തിയവൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കട്ടെ. കുറച്ചു ദിവസം ജയിലിലെ സുഖം അനുഭവിക്കുമ്പോ ചെയ്ത കുറ്റത്തിന്റെ ആഴം അവൻ മനസ്സിലാക്കിക്കൊള്ളും. ചില കുറ്റവാളികൾ ജയിലിൽ പോകുമ്പോ സ്വയം തിരുത്തി നല്ലവരായിക്കൊള്ളും. ചിലർ ജയിലിലെ സഹതടവുകാരുടെ സ്വാധീനത്താൽ പേരും കള്ളന്മാരായി മാറുകയും ചെയ്യും. അനീഷിന്റെ രീതി എന്താണെന്ന് കണ്ടറിയാം. മുത്തശ്ശി. മുതലാളി, മുതലാളി, ഈശ്വര.